ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസ സത്യങ്ങളും തയ്യാറാക്കിയത് ഷെവലിയാർ കെ.ഒ. മാത്യു കോങ്കര. Chapter 1. Class 10. കർത്താവിന്റെ തിരുശരീരമാകുന്ന തീക്കട്ട വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠനവിഷയമാക്കുന്നത് ഈ വചനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനു മുൻപ് വിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ ദേവാലയങ്ങളിൽ നാം കേൾക്കുന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനമാണിത്. പുതിയ നിയമത്തിൽ വിശുദ്ധ അന്ത്യോക്യ സഭയുടെ മാമുദീസ ഏറ്റു സഭയോട് ചേർക്കപ്പെട്ടവരെ വിശുദ്ധർ എന്നു വിളിച്ചിരുന്നു. ശ്ലീഹന്മാരുടെ പ്രവർത്തനം മൂലം അനേകർ വിശുദ്ധ സഭയുടെ വിശുദ്ധ മാമുദീസ ഏറ്റ് കർത്താവ് രക്ഷ പ്രാപിക്കുന്നവരെ ദിനംതോറും തന്റെ സഭയിലേക്ക് ചേർക്കുകയും ചെയ്തു വന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവ് രക്ഷ പ്രാപിക്കുന്നവരെ പ്രതിദിനം സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. അപ്രകാരം മാനസാന്തരപ്പെട്ട് മാമുദീസ ഏറ്റ് സഭയോട് ചേർന്ന ക്രിസ്ത്യാനികളെ പുതിയ നിയമത്തിൽ പലയിടത്തും വിശുദ്ധർ എന്നു സംബോധന ചെയ്തിട്ടുണ്ട്. ഇത് അവർ വിശുദ്ധനായ ദൈവത്തിന്റേതാകുന്നു എന്നും തന്റെ വിശുദ്ധ ജനത്തിൽപ്പെട്ട വ്യക്തികൾ ആകുന്നു എന്നും തന്റെ വിശുദ്ധ റൂഹായെ പ്രാപിച്ചവരാകുന്നു എന്ന് കാണിക്കുവാനും ജീവിത വിശുദ്ധി കൊണ്ട് അവർ യഥാർത്ഥ വിശുദ്ധിയെ പ്രകടിപ്പിക്കുവാൻ ചുമതല ഉള്ളവരാണ് എന്ന് അനുസ്മരിപ്പിക്കുവാനുമാണ്. അവർ വിശുദ്ധ മാമുദീസായാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവരും ശുദ്ധീകരിക്കപ്പെട്ടവരുമായിരുന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 38 മുതൽ 39 വാക്യങ്ങളിൽ ഇതേക്കുറിച്ച് ക്രിസ്തു നേരിട്ടു പഠിപ്പിക്കുന്നതു കാണുക. വിശുദ്ധ യോഹന്നാൻ അധ്യായം 3 വാക്യം 3-ൽ നിക്കോദിമോസിനോട് യേശു പറയുന്നു, ഒരുവൻ വെള്ളത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല എന്ന് സത്യമായും സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. ഷണ്ഡനും സഭയോട് ചേർക്കപ്പെടുന്നതിനു മുൻപ് ജലത്തിൽ സ്നാനമേറ്റതായി നാം വായിക്കുന്നു. ഇപ്രകാരം വിശുദ്ധ മാമുദീസായേറ്റു സഭയോട് ചേർന്നവർ വിശുദ്ധ റൂഹായാൽ മുദ്രകുത്തപ്പെട്ടവരായിരുന്നതുകൊണ്ടും അവർ ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ചവരായിരുന്നതുകൊണ്ടും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരുമായി അറിയപ്പെട്ടു. അവരുടെ ജീവിതം തന്നെ അതുവരെ ജീവിച്ച രീതിയിൽ നിന്നും വ്യത്യാസപ്പെട്ടു. മുൻപ് അവർ മരിച്ചവരായിരുന്നു. എന്നാൽ വിശുദ്ധ സഭയുടെ മാമുദീസായാൽ അവർ മിശീഹായെ ധരിച്ച് മിശീഹായോടുകൂടി ജീവിക്കുന്നവരായി രൂപാന്തരപ്പെട്ടു. അവർ വിശുദ്ധരായ ഒരു ജനതയായി ആത്മീയ ഔന്നത്യത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇതേപ്പറ്റി എഫെസ്യർ 2-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളും പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവർ ആയിരുന്നു. മുമ്പ് ഈ ലോകത്തിന്റെ ലൗകികത്വം അനുസരിച്ചും അനുസരണമില്ലാത്ത മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവാകുന്ന അന്തരീക്ഷാധികാരിയുടെ ഇഷ്ടമനുസരിച്ചും നിങ്ങൾ നടന്നിരുന്നു. നാമും മുമ്പ് ജഡത്തിന്റെ മോഹങ്ങൾ മൂലം അതേ പ്രവൃത്തികളിൽ പെരുമാറുകയും ജഡത്തിന്റെയും മനസ്സിന്റെയും ഇഷ്ടം നിർവഹിക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവരെപ്പോലെ നാമും പൂർണ്ണമായും കോപത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം താൻ നമ്മെ സ്നേഹിച്ചതായ അത്യധികമായ സ്നേഹം മൂലം നമ്മുടെ പാപങ്ങളിൽ മരിച്ചിരുന്നവരായ നമ്മെ മിശീഹായോടുകൂടെ ജീവിപ്പിക്കുകയും തന്റെ കൃപയാൽ നമ്മെ രക്ഷിക്കുകയും മിശീഹായോടുകൂടെ നമ്മെ ഉയിർപ്പിക്കുകയും യേശുമിശിഹാ വഴിയായി സ്വർഗ്ഗത്തിൽ തന്നോടുകൂടി നമ്മെ ഇരുത്തുകയും ചെയ്തു. കണ്ണിനു കണ്ണും പല്ലിനു പല്ലും എന്ന നിയമവ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് വിശുദ്ധ സഭയിലേക്ക് വന്നവർ ക്രിസ്തുവിനുവേണ്ടി മരിക്കുന്നത് ലാഭമായി കരുതി. പകയുടെയും വിദ്വേഷത്തിന്റെ സ്ഥാനത്ത് ദയയും കരുണയും സ്നേഹവും സഹനവുമാണ് ക്രിസ്തുവിന്റെ വഴിയെന്നത് തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ തെളിയിച്ചു. ക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ ശരീരം തന്നെ ബലിയായി നൽകി അവർ ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ചവരായിരുന്നു. വിശുദ്ധ സ്തേഫാനോസ്, വിശുദ്ധ യാക്കോബ് ഉൾപ്പെടെയുള്ള അനേകരുടെ രക്തസാക്ഷിത്വം അവർ മാതൃകയാക്കി. അതിനാലാണ് ഈ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ കൂട്ടത്തെ വിശുദ്ധരെന്നും അവരുടെ സംഘത്തെ ദൈവത്തിന്റെ വിശുദ്ധ സഭയായും വിളിച്ചു വന്നിരുന്നത്. ഇനി നമുക്ക് അപ്പോസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം വായിക്കാം. വിശുദ്ധ സഭയുടെ അംഗങ്ങൾ ശ്ലീഹന്മാരുടെ പഠിപ്പിക്കൽ സദാ കേട്ടുകൊണ്ടും പ്രാർത്ഥനയിലും എവുക്കറിസ്തീയ ഖണ്ഡനത്തിലും സംബന്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു വന്നു. ക്രിസ്തുവിന്റെ ഈ സഭ അന്ത്യോക്യയിലെ സഭയാണെന്നുള്ളതിന്റെ തെളിവുകളാണ് അപ്പോസ്തോല പ്രവൃത്തികൾ അധ്യായം 11 22 മുതൽ 26 വരെ ഉള്ള വാക്യങ്ങളിലും അധ്യായം 13 1 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങളിലും അധ്യായം 14 22 മുതൽ 25 വരെ ഉള്ള വാക്യങ്ങളിലും കാണുന്നത്. ഇനി ഗലാത്യർ അധ്യായം 3 27-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം.
മശിഹായിൽ മാമോദീസ ഏറ്റവരായ നിങ്ങൾ മശിഹായെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും പുറജാതിക്കാരനും എന്നോ അടിമയും സ്വതന്ത്രനും എന്നോ പുരുഷനും സ്ത്രീയും എന്നോ ഭേദം ഇല്ല. ഈ മാർഗത്തിലുള്ളവരെ അന്നുമുതലേ വിശുദ്ധരായിട്ടാണ് വിശുദ്ധ സഭ കാണുന്നത്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനു മുൻപ് അന്നുമുതൽ ഇന്നോളം വിശുദ്ധ സഭ നമ്മെ അതോർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ തിരുശരീരമാകുന്ന തീക്കട്ട വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു എന്ന് പുരോഹിതൻ തിരുശരീര രക്തങ്ങൾ തരുന്നതിനു മുൻപ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം വിശുദ്ധ സഭയുടെ അംഗങ്ങളായി ചേർന്നവരെ 1 വിശുദ്ധർ, 2 ദൈവത്തിന്റെ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, 3 ദൈവത്തിന്റെ സഭ, 4 പുതിയ ഇസ്രായേല്യർ, 5 യേശുമിശിഹായാൽ വിളിക്കപ്പെട്ടവർ, 6 ദൈവത്തിന്റെ വത്സലർ, 7 യേശുവിൽ വിശ്വാസമർപ്പിച്ചവർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. അവരുടെ കൂട്ടത്തെയാണ് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തോല പ്രവർത്തികൾ മുതലുള്ള ലേഖനങ്ങളിൽ സഭ എന്നു വിളിച്ചു വന്നിരുന്നത്. അവർ ഉൾക്കൊള്ളുന്ന സഭയ്ക്കു വേണ്ടിയും അവരെ സംബോധന ചെയ്തുമാണ് വിശുദ്ധ പൗലോസപ്പോസ്തലന്റെയും വിശുദ്ധ പത്രോസ്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ യോഹന്നാൻ എന്നീ ശ്ലീഹന്മാരുടെയും മറ്റും ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന് പ്രസ്തുത ലേഖനങ്ങളിൽ നിന്നു തന്നെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അപ്പോസ്തോല പ്രവർത്തികൾ 13-ാം അധ്യായം 1 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങൾ പ്രകാരം വിശുദ്ധ അന്ത്യോക്യ സഭയുടെ പ്രവാചകനും ഉപദേഷ്ടാവുമായിരുന്ന വിശുദ്ധ പൗലോസപ്പോസ്തലന്റെ 13 ലേഖനങ്ങൾ ആരെ സംബോധന ചെയ്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുക. ക്രിസ്തുവിന്റെ സഭയിലെ വിശുദ്ധർക്കും ആ സഭയുടെ കശീശാന്മാർക്കും ഷെമ്മാശന്മാർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും അവരുൾപ്പെടുന്ന വിശുദ്ധ സഭയ്ക്കു വേണ്ടിയുമാണെന്ന് കാണാവുന്നതാണ്. പ്രസ്തുത ഭാഗങ്ങൾ വായിക്കുന്നു. റോമർ അധ്യായം 1, 6, 9 വാക്യങ്ങൾ. യേശുമിശിഹായാൽ വിളിക്കപ്പെട്ടവരായ നിങ്ങളും വിളിക്കപ്പെട്ടവരും വിശുദ്ധരുമായി ദൈവത്തിന്റെ വത്സലരായി റോമിലുള്ള എല്ലാവർക്കും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കോരിന്തിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സഭയ്ക്കും എല്ലാ വിശുദ്ധർക്കുമായി. ഗലാത്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഗലാത്യയിലുള്ള സഭകൾക്ക്. എഫേസ്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശുദ്ധന്മാരും യേശുമിശിഹായിൽ വിശ്വാസികളുമായ എഫേസോസിൽ ഉള്ളവർക്ക്. ഫിലിപ്പിയർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുമിശിഹായിലുള്ള കശീശന്മാരും ഷെമ്മാശന്മാരും ഉൾപ്പെടെ എല്ലാ വിശുദ്ധർക്കും എഴുതുന്നത്. കൊലോസ്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുമിശിഹായിൽ വിശ്വാസികളും വിശുദ്ധ സഹോദരന്മാരുമായ കൊലോസ്യയിലുള്ളവർക്ക് എഴുതുന്നത്. 1 തെസ്സലോനീക്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതുന്നത്. 2 തെസ്സലോനീക്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവായ യേശുമിശിഹായിലുള്ള തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതുന്നത്. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്ന്. 1 പത്രോസ് അധ്യായം 1, 1-ാം വാക്യത്തിൽ യേശുമിശിഹായുടെ ശ്ലീഹായായ പത്രോസ് പൊന്തോസിലും കപ്പദോക്യായിലും ആസിയായിലും അതായത് ഏഷ്യയിലും ബിഥുന്യായിലുമായി ചിതറിപ്പാർക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രവാസികളുമായ വിശുദ്ധർക്ക്. 2 പത്രോസ് അധ്യായം 1, 1-ാം വാക്യത്തിൽ യേശുമിശിഹായുടെ ദാസനും ശ്ലീഹായുമായ ശെമോൻ പത്രോസ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹായുടെ നീതിയാൽ ഞങ്ങളെപ്പോലെ ബഹുമാനത്തിൽ തുല്യമായ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. മേൽ ലേഖനങ്ങളെല്ലാം തന്നെ വിശുദ്ധ അന്ത്യോക്യ സഭയുടെ ഭാഗങ്ങൾ ആയിരുന്ന ഓരോ പ്രദേശങ്ങളിലെയും പ്രാദേശിക സഭകളുടെ കശീശന്മാർക്കും ഷെമ്മാശന്മാർക്കും മാമുദീസ മൂലം കർത്താവിന്റെ സഭയിലേക്കു തിരഞ്ഞെടുക്കപ്പെട്ട് വിശുദ്ധരായി തീർന്ന സഭാംഗങ്ങൾക്കും വേണ്ടി ആയിരുന്നു എന്ന് വെളിവാകുന്നു. അങ്ങനെ ഉള്ളവരെ കർത്താവിന്റെ മണവാട്ടി, പുതിയ ഇസ്രായേല്യർ, തിരഞ്ഞെടുക്കപ്പെട്ട ജനം, വിശുദ്ധർ എന്നീ പേരുകളിൽ എല്ലാം അറിയപ്പെട്ടിരുന്നു. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ ഓരോ വ്യക്തിയും വിശുദ്ധനാകണമെന്നില്ല. എന്തുകൊണ്ട്? മിശിഹാ സഭ സ്ഥാപിച്ചപ്പോൾ അത് വിശുദ്ധമായിരിക്കണമെന്ന് താൻ നിശ്ചയിച്ചു. എന്നാൽ അതിലെ ഓരോ വ്യക്തിയും ഭേദമന്യേ വിശുദ്ധനായിരുന്നു കൊള്ളുകയില്ലെന്ന് തനിക്ക് അറിയാമായിരുന്നു. ഈ പരമാർത്ഥത്തെ താൻ മുൻകൂട്ടി ഉപമാരൂപത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. വിത്തുകളുടെയും കളകളുടെയും വലയുടെയും ഉപമ ഇതിന് ദൃഷ്ടാന്തമാകുന്നു. നല്ല വിത്ത് വിതച്ച വയലിൽ കള എവിടെ നിന്ന്? യജമാനന്റെ മറുപടി: ഇത് ശത്രു ചെയ്തതാകുന്നു. സഭാംഗങ്ങളുടെ ഇടയിൽ അശുദ്ധി കാണപ്പെട്ടേക്കാം. എന്തെന്നാൽ ശത്രുവായ പിശാച് അത് വിതയ്ക്കുവാൻ ധൃതിപ്പെടുന്നവനാണ്. അവൻ വിതയ്ക്കുകയും ചെയ്യും. അങ്ങനെ സഭാംഗങ്ങളുടെ ഇടയിൽ അശുദ്ധ പാപികൾ,
കളകൾ പോലെ വളർന്നു നിൽക്കുകയും ചെയ്തേക്കാം. ശുദ്ധമുള്ള മത്തായി 13-ാം അധ്യായം വാക്യം 28 വായിക്കുക. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവക് മീനും പിടിക്കുന്നതുമായ വലയോട് സാദൃശ്യം. നിറഞ്ഞപ്പോൾ അത് വലിച്ചു കരയ്ക്കു കയറ്റി. നല്ലതു പാത്രങ്ങളിൽ കൂട്ടിവെച്ചു. ചീത്ത എറിഞ്ഞു കളഞ്ഞു. സമുദ്രമാകുന്ന ലോകത്തിൽ നിന്ന് വീശിയെടുത്ത സഭയിൽ നല്ലവരും ദുഷ്ടന്മാരും ഉണ്ടായിരിക്കും എന്നതിന് ഈ ഉപമയും തെളിവാകുന്നു. ശുദ്ധമുള്ള മത്തായി 13-ാം അധ്യായം വാക്യം 48 വായിക്കുക. ശിഷ്യന്മാരുടെയും അപ്പോസ്തോലന്മാരുടെയും കാലം മുതലേ സാത്താൻ വിഭിന്നതയുടെയും വേദവിപരീതത്തിന്റെയും വിത്തുകൾ മുളപ്പിച്ചു. തൽഫലമായി പല വേദവിപരീതികളും സഭയിൽ തലപൊക്കി വിശുദ്ധ സഭയ്ക്കെതിരെ പോരാടി. എന്നാൽ ശ്ലീഹന്മാരാകട്ടെ ക്രിസ്തുവിന്റെ സഭ എവിടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടുവോ ആ ഇടങ്ങളിലെല്ലാം ജനത്തെ നേരിട്ടു പഠിപ്പിക്കുകയും അർഹതയുള്ളവർക്ക് കൈവപ്പു നൽകുകയും എഴുതി അറിയിക്കേണ്ട കാര്യങ്ങൾ എഴുതി അറിയിച്ചു വിശുദ്ധ സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുമിരുന്നു. ഇതുപോലെ വിശുദ്ധ സഭയുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർക്കു നേരിട്ടു ലഭിച്ചതും അവർ അത് പാലിച്ചു നമ്മെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസ സത്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അത് നമ്മുടെ സഭയുടെ എല്ലാ അംഗങ്ങളിലേക്കും പകരുവാനും നൂതനോപദേശവുമായി വരുന്നവരെ പഠിപ്പിക്കുവാനും ഈ ക്ലാസുകൾ ആവശ്യമുള്ളവർ ഇതോടൊന്നിച്ചുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനിയും അയക്കുന്ന എല്ലാ ക്ലാസുകളും ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കു നേരിട്ടു ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് ഇടതുവശത്ത് ഈ ക്ലാസുകൾക്കായുള്ള പ്ലേലിസ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനു മുൻപുള്ള എല്ലാ ക്ലാസും ലഭ്യമാകുന്നതാണ്. വലതുവശത്ത് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ഒരു മെഴുകുതിരിയുടെ ചിത്രം കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടും കൂടെ നിർത്തുന്നു.